നമ്മുടെ കയ്യിലുള്ളത് വിൻസറിൻ്റെ എക്സൈറ്റ് മോഡലാണ്. ഇതിൽ ഫുൾ ഓപ്ഷനിൽ ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ ഹെവി എന്നുള്ളതിൻ്റെ താഴ്ഭാഗത്തൊരു 100 കിലോ വാട്ട് എന്നൊക്കെ പറഞ്ഞ ഭാഗത്തായിരിക്കും ഫുൾ ഓപ്ഷനിൽ ആ ഒരു ട്രിപ്പും കാര്യങ്ങളും വരുന്നത്. എന്നാൽ ഇതിൽ ഈ താഴ്ഭാഗത്ത് ഇവിടെയാണ് നമുക്ക് ട്രിപ്പ് വരുന്നത് കേട്ടോ. ഇവിടെ ഈ ഓടോ എന്നുള്ള ഇത് നമ്മളെ മെയിൻ കിലോമീറ്ററാണ്, വണ്ടി ഫുൾ ഓടിയിട്ടുള്ള കിലോമീറ്ററാണ്. അവിടെ നമുക്ക് ട്രിപ്പ് വരുത്താൻ പറ്റും. അതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഈ ഡിവൈസിലോട്ട് വരിക. ഡിവൈസിൽ വന്നിട്ട് സെറ്റിങ്സിൽ, വെഹിക്കിൾ സെറ്റിങ്സിൽ പോവുക. എന്നതിന് ശേഷം ഇവിടെ ഈ ഒരു സ്പാനറിൻ്റെ ചിഹ്നം കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ട്രിപ്പ് റിസെറ്റ് എന്ന് കൊടുക്കുക. ട്രിപ്പ് റിസെറ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ ട്രിപ്പ് റിസെറ്റായി. പക്ഷെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോഴും ഓടോ 1832 എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ MG എന്നുള്ള ഇതിൻ്റെ ലോഗോൻ്റെ ഒപ്പമുള്ള ഈ ബട്ടൺ, ഇതിൽ ഈ സെൻറ്റർ ബട്ടൺ ഉണ്ടല്ലോ, ഈ വോളിയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണാണിത്. അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് മുകളിലോട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുക. കണ്ടോ, അവിടെ മാറുന്ന കണ്ടില്ലേ, മീറ്റർ സ്പീഡായി. ഇപ്പോഴാണ് പോയി. ഓക്കെ, ഇതാ ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ചാർജിലാണ്, ട്രിപ്പ് 0 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ടെസ്റ്റാണ്. ഓക്കെ, ഇത് പെരിന്തൽമണ്ണുള്ള സാധാരണ ബ്ലോക്ക്, അതായത് നമ്മൾ അങ്ങാടിപ്പുറം ബ്ലോക്കിലാണ് വണ്ടി നിൽക്കുന്നത്. 98% ആണ് വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത്. അതായത് 2% ട്രിപ്പിൽ കാണിക്കുന്നത് 5.6 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിയിട്ടുണ്ട്. മോഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഹെവി അങ്ങാടിപ്പുറം ബ്ലോക്കിലാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ മോഡ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നോർമൽ മോഡിലാണ്. വണ്ടി റീജന് നമ്മളെ ടാറ്റയുടെ ഒക്കെ വണ്ടികളിൽ ലെവൽ 3 എന്ന് പറയുന്ന അതേ മോഡ്, അതായത് ഇതിൽ ഹെവി മോഡിലാണ് വണ്ടി കിടക്കുന്നത്. ഞാൻ ത്രൂ ഔട്ട് കോഴിക്കോടാണ് ഇപ്പോൾ പോകുന്ന സമയത്ത് നോർമൽ മോഡിൽ നമ്മുടെ വണ്ടികളിലൊക്കെ ലെവൽ 2 റീജൻ എന്ന് പറയുമല്ലോ, ആ ലെവൽ 2 റീജൻ ആയിട്ടുള്ള ഇതിൽ വരുന്നത് നോർമൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ നോർമലിൽ ഇട്ടിട്ടാണ് നമ്മൾ റേഞ്ച് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വണ്ടികൾ ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2%-ൽ 5.6 കിലോമീറ്റേഴ്സ് ഓടി എന്ന് പറയുമ്പോൾ, അതായത് 1%-ൽ 2.8 കിലോമീറ്റർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വണ്ടിയിൽ 10% ചാർജിൽ റിപ്പീറ്ററിൽ കാണുന്നത് 19.6 കിലോമീറ്ററോളം ഓടിയതായിട്ടാണ്. അതായത് 100% നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് 196 കിലോമീറ്റർ റേഞ്ച് ചെയ്യുവാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ടുള്ള പോലെയാണ് എനിക്ക് ഇപ്പോഴത്തെ നിലവിൽ ഫീൽ ചെയ്യണത്. നമ്മൾ അത്യാവശ്യം ചവിട്ടി പിടിച്ച് പോകണമുണ്ട്. നോർമൽ ഒരു ഐസ് എഞ്ചിൻ വണ്ടികൾ ഓടിച്ചു പോകുന്ന പോലെ തന്നെയാണ് പോണത്. നമ്മൾ പഞ്ചൊക്കെ ഓടിക്കണം അതേ ലെവലില്. പഞ്ച് ഈ 10%-ൽ ഇതിലും കൂടുതൽ കിലോമീറ്റർ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പഞ്ചിന്റെ അത്ര റേഞ്ച് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് കൂടുതൽ നോക്കി നോക്കാം. ഫുള്ള് ഓടി ഇനി അടുത്ത 10%-ൽ ഇതേപോലെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര കിലോമീറ്റർ ആവറേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഈ വണ്ടിയിലെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഈ ടച്ച് റെസ്പോൺസ് ആണ്. ഇത്രയും വലിയ സ്ക്രീൻ തന്നിട്ട് നമ്മൾ വിചാരിച്ച ഭാഗത്തോട്ട് ഇത് പോകുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൽ ആ ആൻഡ്രോയിഡ് ഓട്ടോയുടെ സെറ്റപ്പും കാര്യങ്ങളും ഉള്ളത്. എനിക്ക് MGയുടെ ഹോം സ്ക്രീനിലോട്ട് പോകണം. നിങ്ങൾക്ക് AC എത്രയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ പോകുന്നില്ല. പലതവണ ട്രൈ ചെയ്ത് ഒരു 3-ാമത്തെ വട്ടമൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്താണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇനി വണ്ടി സ്വസ്ഥമായിട്ടൊരു സൈഡിൽ നിർത്തിയിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. EV വണ്ടികളാണെങ്കിലും ഐസ് എഞ്ചിൻ വണ്ടികളാണെങ്കിലും AC വണ്ടിയുടെ മൈലേജിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. ഇവിടെ റേഞ്ചിനും അപ്പോൾ ആ AC നമ്മൾ എന്തായാലും പറയേണ്ടതുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 23 ഡിഗ്രിയിലാണ്. അതുപോലെ തന്നെ ഫാൻ ബ്ലോവറിൻ്റെ സ്പീഡ് നിൽക്കുന്നത് 3-ലാണ് കേട്ടോ. ACയുടെ കൂളിംഗ് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ടാറ്റയുടെ പഞ്ചിനേക്കാളും കൂളിംഗ് ഉണ്ട് കേട്ടോ. അത് നട്ടുച്ച സമയമാണ്, എന്നിട്ടും 23-ൽ വെച്ചിട്ട് പോലും നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പഞ്ചിലില്ല എന്നല്ല, അതിനേക്കാളും ഒരു പടി മുന്നിലാണ് ഈ വണ്ടിയുടെ ACയുടെ കൂളിംഗ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 20%-ൽ ഇപ്പോൾ 44 കിലോമീറ്റർ ആണ് ഓടിയത്. അതായത് 1%-ൽ ഇപ്പോൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 2.2 കിലോമീറ്റർ ആണ്. അതായത് ഇപ്പോൾ റേഞ്ച് കുറച്ച് കയറി വന്നിട്ടുണ്ട്. നേരത്തെ ആ 10% ആ ലെവലല്ല, ഇപ്പോൾ റേഞ്ച് കുറച്ച് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആവറേജ് ചെയ്ത് വന്നാൽ തന്നെ നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ റേഞ്ച് കൂടി കിട്ടിയാലും മതി.
അത് വേറൊരു പാറ്റേണിലാണ് ഈ വണ്ടി എടുത്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 10%-ൽ നമുക്കൊരു 1.9 1.8 ആ ലെവലൊക്കെ കിട്ടിയിരുന്നത് ഒരു 1%. ഇപ്പോൾ 20% എത്തിയപ്പോഴേക്കും ആ റീജനറേഷനും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും കാണുന്നത്. 80%-ൽ ഒരു 44, അതായത് 220 കിലോമീറ്റർ ഇപ്പോൾ റേഞ്ച് ഉണ്ട്. ഇനി അടുത്ത 10%-ൽ നമുക്ക് നോക്കി നോക്കാം ഇനിയും കിലോമീറ്റർ കയറി വരുന്നുണ്ടോ എന്നുള്ളത്. ഇതുപോലുള്ള ഹൈവേയിലൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കാൻ മാക്സിമം നോക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റേഞ്ച് കൂടും. ആദ്യം തന്നെ വലിയ സ്പീഡിലൊന്നും ക്രൂയിസ് സെറ്റ് ചെയ്ത് പഠിക്കരുത്. ചെറിയ സ്പീഡിൽ നമ്മൾ ക്രൂയിസ് സെറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം സമയത്ത് ആ ക്രൂയിസ് കട്ട് ഓഫ് ആക്കണം എന്നുള്ള തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേഗം ബ്രേക്ക് ചെയ്താൽ മതി, ക്രൂയിസ് കട്ട് ഓഫ് ആവും. MGയുടെ ഈ വണ്ടിയിൽ ഞാൻ ക്രൂയിസ് കൺട്രോളിൽ കണ്ടൊരു മാറ്റം നമ്മുടെ വണ്ടിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 60-ൽ ക്രൂയിസ് സെറ്റ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വേറൊരു വണ്ടി മുമ്പിൽ വന്ന സമയത്ത് ബ്രേക്ക് ചെയ്തൊരു കട്ട് ഓഫ് ആക്കിയിട്ട് പിന്നെ ഞാൻ ആ സ്പീഡ് മെല്ലെ പൊന്തി വരുന്ന സമയത്ത് ഒരു 30-ലാവുന്ന സമയത്ത് തന്നെ ഞാൻ വീണ്ടും ക്രൂയിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 60-ലോട്ട് വണ്ടി ഓട്ടോമാറ്റിക് സ്പീഡ് ജനറേറ്റ് ചെയ്തിട്ട് 60-ക്ക് തന്നെ വരും. അവിടെ ക്രൂയിസ് ഒരു മെമ്മറി ഫംഗ്ഷൻ പോലെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ടാറ്റയുടെ പഞ്ചിൽ അങ്ങനെയല്ല. നമ്മൾ എത്രയിലൊക്കെ ക്രൂയിസ് സെറ്റ് ചെയ്യുന്നു, കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 40-ലെത്തുമ്പോൾ വീണ്ടും ക്രൂയിസ് സെറ്റ് ചെയ്താൽ ലൈക്ക് മാറും. അങ്ങനെ ചേഞ്ച് ആവലുണ്ട്. ഇതിങ്ങനെ ഒരു മെമ്മറി കീപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. MGയുടെ കേസിൽ 60-ൽ പോയ വണ്ടി പിന്നെ നമുക്ക് 40-ക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രൂയിസിൻ്റെ മറ്റൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് ക്രൂയിസ് കൺട്രോൾ വീണ്ടും ഓൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ പുതിയതായിട്ട് 40-ലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളെ സ്പീഡ് 40-ലോട്ടാണ്. ഇപ്പോൾ 30% നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ട്രിപ്പ് മീറ്ററിൽ 71.5 ആണ് കാണിച്ചത്. 1% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് 2.38, അതായത് 2.5 കിലോമീറ്റർ അടുത്ത് 2.4 ആ ലെവലിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 100% റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 240 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഓരോ 10%-ലും ഇതിൻ്റെ റീജനറേഷന് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി നമുക്ക് വെറും ഒരു പോകുന്ന ലൊക്കേഷനിലോട്ട് 6.2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അതെത്തിയിട്ട് അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ കോഴിക്കോടുള്ള നമ്മുടെ ലൊക്കേഷനിലോട്ട് വണ്ടി എത്തിയിരിക്കുകയാണ്. ഇനി അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി കൂടി നോക്കാം. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലോട്ട് തിരിക്കുകയാണ്. ഈ വണ്ടിയിൽ ടാറ്റയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പറയേണ്ടത് ചാർജർ ലോക്ക് ആവുന്ന ഒരു പ്രശ്നം. നമ്മളൊരു ചാർജിങ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് പോലും ആ ഗണ്ണ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമുള്ള ഗണ്ണ് റിലീസ് ആവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ടാറ്റയുടെ പഞ്ചിൽ. ഇതിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് വണ്ടിയുടെ ആ ഒരു കീ ഉണ്ടല്ലോ, അതിലാണ് അൺലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗണ്ണ് അവിടെ റിലീസായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചാർജർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗണ്ണ് അവിടെ റിലീസായിട്ടുണ്ടാവും. അങ്ങനെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പുകൾ എടുത്ത് ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് മെച്ചപ്പെടും. നമ്മുടെ പഞ്ചിലുള്ള മറ്റൊരു പ്രോബ്ലമാണ് ആ പുറത്തുള്ള ലിഡ്. ഗണ്ണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിഡ് തുറയണ്ടേ, ആ ലിഡ് തുറയില്ല. എന്നിട്ട് ഉള്ളിൽ വന്നിട്ട് കുറേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തുറയും. എന്നിട്ടും തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബോണറ്റ് തുറന്നിട്ട് അവിടെ ഒരു ലിവർ ഉണ്ട്, അതും വലിച്ചു നോക്കും. എന്നിട്ടും ചില സമയത്ത് തുറയാത്ത കേസുകൾ വരാറുണ്ട്. അപ്പോൾ ദേഷ്യം വന്നിട്ട് ആ ലിഡിൽ ഒരുപാട് വട്ടം ഇടിക്കും. ഇടിച്ചിട്ട് ഉള്ളിൽ വന്നിട്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ തുറന്നു വരും ചെയ്യും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ ചാർജ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ പൊല്ലാപ്പിൻ്റെ പിന്നാലെ പോവുക. ഇവിടെ അങ്ങനത്തെ കേസൊന്നുമില്ല. MGയിൽ ജസ്റ്റ് ആ പുറത്ത് ആ ലിഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്നു വരും. അതിൽ ചാർജർ കണക്ട് ചെയ്യുക, ചാർജ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. നമ്മളെ ഓലയുടെ വണ്ടിയിലൊക്കെ അതുപോലെ തന്നെയാണ്. പുറത്തുനിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിനെ തുറയുന്നത്. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ 40%ഓടൊപ്പം വണ്ടിയിൽ യൂസ് ചെയ്തു. അതിൽ നമുക്ക് 90 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അതായത് 1%-ൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 2.25 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത് വേരി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ വെഹിക്കിൾ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ പോകുന്നത്. അതായത് അത്യാവശ്യം സ്പീഡിൽ പോകേണ്ട ഭാഗത്ത് നല്ലതായിട്ട് കൊടുത്തിട്ട് സ്പീഡിൽ പോകുന്നുണ്ട്. നോർമൽ പോകേണ്ട ഭാഗത്ത് നോർമൽ സ്പീഡിലാണ് പോകുന്നത്. അതായത് ഒരു പെട്രോൾ വണ്ടി കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ പോകുന്നുണ്ടോ അതുപോലൊക്കെ തന്നെ ഇപ്പോൾ വണ്ടി കൊണ്ട് പോകുന്നത്. ഇലക്ട്രിക് വണ്ടി ഒരുപാട് കൺസർവ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ അതിലും കിലോമീറ്റർ കിട്ടും, പെർസെൻറ്റേജ് കിട്ടും, റേഞ്ച് കിട്ടും. പക്ഷെ അങ്ങനെ നോക്കുന്നില്ല. നമ്മൾ സാധാരണക്കാരെങ്ങനെ ഓടിച്ചു പോകുന്നത് വെച്ചാൽ അതുപോലൊക്കെ തന്നെ ഓടിച്ചു പോകുന്നത്. എത്ര അതിൽ കിട്ടും എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല വിശപ്പ് ഗേസ്. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, വേങ്ങരയുള്ള ചിക്ക് ബക്കിൽ കയറി അവിടുന്ന് നമ്മൾ ഒരു പ്രോസ്റ്റും വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്.
വണ്ടിയുടെ ബാറ്ററിയുടെ അവസ്ഥ 50% നമ്മൾ കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ട്രിപ്പിൽ കാണാം 120.5, അതായത് ഇനിയൊരു 120.5 കിലോമീറ്റേഴ്സ് കൂടി വണ്ടി ഓടാൻ പറ്റും എന്നുള്ളത്. അതായത് 240 കിലോമീറ്ററിലധികം ഈ വണ്ടി റേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിൻസറിൻ്റെ നീളവും വലുപ്പമേ ഒരു ഇന്നോവയെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതും അവിടുന്ന് സാധിച്ചു. നോക്കിയേ, ആ ഫ്രണ്ടൊക്കെ ഒരേപോലെ ഞാൻ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിൽ നിന്ന് നോക്കിയേ, ഉയരത്തിൽ കുറച്ച് കുറവേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം വലിയ വണ്ടി തന്നെ അല്ലേ. ഇത് ശരിക്കും ഒരു 7 സീറ്ററായിട്ട് അവർക്ക് ഇറക്കായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും 31% ബാറ്ററി ലെഫ്റ്റ് ആയിട്ടുള്ളത്. ആകെ ട്രിപ്പ് നിന്ന് ഓടിയത് 162.4 കിലോമീറ്റർ. അതായത് 1% എന്തായാലും 2.35 2.4 കിലോമീറ്റേഴ്സൊക്കെ വെച്ച് ആവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ റേഞ്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഓട്ടത്തിൽ. ഇത് MGയുടെ ഏറ്റവും താഴ്ന്ന വേരിയൻറ്റ്, ബേസ് മോഡൽ എന്ന് പറയാം, എക്സൈറ്റ്. അതിൽ വരുന്ന 38 കിലോ വാട്ടിൻ്റെ ആ ഒരു 15 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. AC ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് നോർമൽ മോഡിൽ നോർമൽ റീജിയന് വെച്ച് സെറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റേഞ്ചാണ്. അതും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, റേഞ്ച് കൂടുതൽ കിട്ടാം കുറവ് കിട്ടാം എന്നുള്ളതൊക്കെ. എനിക്കിപ്പോൾ 240 കിലോമീറ്റർ റേഞ്ചൊക്കെയാണ് ആവറേജ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, ഇതിൽ ഇനിയും താഴെ 2 മോഡുണ്ട്, എക്കോ ഉണ്ട്, എക്കോ പ്ലസ് ഉണ്ട്. അപ്പോൾ അതിൽ എക്കോ മോഡിൽ ഇട്ടിട്ട് റീജിയന് നോർമൽ ഇട്ടിട്ട് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം എത്ര കോഴിക്കോട് ഇതേ സ്പോട്ടിലോട്ട് പോയി വരുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. വീഡിയോയുടെ താഴെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതായത് നിങ്ങൾക്ക് 300 അബോവ് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ, ഏതൊക്കെ മോഡിൽ, ഏതൊക്കെ റീജിയൻ ലെവലിൽ നിങ്ങൾ സെറ്റ് ചെയ്തപ്പോഴാണ് കിട്ടി എന്നുള്ളതും കാര്യങ്ങളൊക്കെ വന്നിട്ടും താഴെ അറിയിക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.